നമസ്കാരം. കഴിഞ്ഞ 28 വർഷം കൊണ്ട് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ പൂർണ്ണമായും ശ്വാസം മുട്ടിച്ച് പിണറായി വിജയൻ എന്ന ഏകഛത്രാധിപതിയായ നേതാവ് ഇല്ലാതാക്കിയതുകൊണ്ട് തന്നെ നേതാക്കന്മാരൊന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ CPM നേതാക്കൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പ്രതീക്ഷയോടെ ആശ്രയിക്കുന്ന അപൂർവ നേതാക്കളിൽ ഒരാളെ ജോൺ ബ്രിട്ടാസ് മാറിയിരിക്കുന്നു. പാർട്ടിയുടെ പരമ്പരാഗത രീതിക്ക് വഴങ്ങാതെ ദേശാഭിമാനിയിലൂടെ കൈരളിയിലെത്തി അവിടെ നിന്നും കേന്ദ്ര കമ്മിറ്റി വരെ എത്തിയ ജോൺ ബ്രിട്ടാസിലൂടെ പുതിയ ഒരു CPMനെ സൃഷ്ടിച്ചെടുക്കാം എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. വിദ്യാർത്ഥികളും യുവാക്കളും പ്രൊഫഷണലുകളുമൊക്കെ ജോൺ ബ്രിട്ടാസ് ഫാൻസാണ്. അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ഇപ്പോൾ വലിയ തോതിൽ റീച്ച് കിട്ടുന്നത്. ഇത്രയധികം ഷെയറും ലൈക്കും ഒക്കെ കിട്ടുന്ന മറ്റൊരു നേതാവ് CPMൽ ഇപ്പോൾ ഇല്ല എന്നതാണ് വാസ്തവം. പിണറായി വിജയൻ്റെ ലൈവ് കാണാൻ 500 പേരെ പോലും കിട്ടാത്തപ്പോഴാണ് ജോൺ ബ്രിട്ടാസ് ഒരു പോസ്റ്റ് ഇട്ടാൽ 2000-ഉം 3000-ഉം ഷെയർ വരുന്നത്. ഈ അനുകൂല അന്തരീക്ഷം ജോൺ ബ്രിട്ടാസ് ഭംഗിയായി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഡൽഹിയിലെ AKG ഭവനിൽ ഡൽഹി പോലീസ് ഒരു SFI പ്രവർത്തകയെ പഴയ ഒരു കേസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ ബ്രിട്ടാസ് സിംഹത്തെ പോലെ ഗർജിച്ചെത്തിയത്. അത് വലിയ വാർത്തയായി ദേശീയ മാധ്യമങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിലും. ഇതിന് തൊട്ടു പിന്നാലെയാണ് ജോൺ ബ്രിട്ടാസ് താൻ RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ 3-ാമനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നത്. ബ്രിട്ടാസിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ജന്തർ മന്ദിറിലെ പ്രക്ഷോഭത്തിലെ പങ്കാളികളായ RSS കുഴപ്പക്കാർ, അപകടകാരികൾ എന്ന് കരുതുന്നവരുടെ പട്ടിക എന്ന രീതിയിലാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ 3-ാം സ്ഥാനത്ത് എൻ്റെ പേര് കൂടിയുണ്ട്. ഇതിനൊരു അംഗീകാരമായി ബഹുമതിയായി തന്നെയാണ് ഞാൻ കാണുന്നത്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അവഹേളിക്കാനും ദേശവിരുദ്ധരെ ചിത്രീകരിക്കാനും RSSഉം RSS അനുകൂല ഗോദി മീഡിയയും കിണഞ്ഞു ശ്രമിച്ചിരുന്നു. അതിന് മറ്റൊരു പതിപ്പാണ് ഈ ഹിറ്റ് ലിസ്റ്റ്. വളരെ നൈസർഗികമായി ആരംഭിച്ച വിദ്യാർത്ഥി സമരത്തെ ചൈനയുമായി കൂട്ടിക്കെട്ടാൻ വരെ RSSഉം മാധ്യമങ്ങളും ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരുന്ന രോഷമാണ് വലിയ തീയായി പുറത്തു വന്നത്. അത് മനസ്സിലാക്കി അതിൻ്റെ ഉദ്ദേശശുദ്ധി അംഗീകരിക്കാൻ സർക്കാരും RSSഉം ചെയ്യേണ്ടത്. ഞങ്ങൾ പൊതുരംഗത്ത് നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. RSSൻ്റെയോ RSS കുഴലൊതുന്ന ഗോദി മീഡിയയുടെ പരിപാലനയോ പ്രോത്സാഹനമോ പ്രതീക്ഷിച്ചില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അവർക്ക് വേണ്ടി പ്രക്ഷോഭം നയിക്കാനുമാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് ഞങ്ങൾ ഈ സമരരംഗത്തു നിന്ന് പിന്മാറുമെന്ന് വ്യാമോഹിക്കേണ്ട. മാത്രമല്ല, നിങ്ങൾ തയ്യാറാക്കുന്ന ഇത്തരം ഭീഷണികളും ഹിറ്റ് ലിസ്റ്റുകളുമൊക്കെ അംഗീകാരത്തിൻ്റെ ബാഡ്ജായി മാത്രമാണ് ഞാൻ കാണുന്നത്. ഇത് കൃത്യമായ ഒരു മുതലെടുപ്പായി ചിത്രീകരിക്കപ്പെടുന്നു. വാസ്തവത്തിൽ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ പാറ്റ സമരത്തിന് ജീവൻ കൊടുത്ത ഈ സമരക്കാരുടെ ഭാഗമല്ലാത്ത 10 പ്രമുഖരെ കുറിച്ച് എഴുതിയ കുറിപ്പിലാണ് ജോൺ ബ്രിട്ടാസിന്റെ പേരും സൂചിപ്പിച്ചത്. സംയുക്ത കർഷക സമിതി അടക്കമുള്ളവർ ഈ ലിസ്റ്റിലുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം പ്രാധാന്യവും അംഗീകാരവും CJPക്ക് കിട്ടിയത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഓർഗനൈസർ വന്നൊരു ലേഖനമാണ്. അതിനൊരു ഹിറ്റ് ലിസ്റ്റായി ജോൺ ബ്രിട്ടാസ് വ്യാഖ്യാനിച്ചത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ നേതൃദാരിദ്ര്യം അനുഭവിക്കുന്ന CPMന്റെ പിന്തുടർച്ചക്കാരനാവാനുള്ള ഒരു ക്ലെയിം ലിസ്റ്റിന്റെ ഭാഗമായാണ് എന്ന് വിമർശകർ പറയുന്നു. അല്ലെങ്കിൽ ഓർഗനൈസറിൻ്റെ ലേഖനത്തെ ഒരു ഹിറ്റ് ലിസ്റ്റായി വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോൺ ബ്രിട്ടാസിൻ്റെ ഈ കുറിപ്പ് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും വലിയ തോതിൽ ട്രോളിന് ഇരയാവുകയും ചെയ്തു. സകലയിടങ്ങളിലും ജോൺ ബ്രിട്ടാസിനെ ട്രോളിക്കൊണ്ടിരിക്കുന്നു. ഹിറ്റ് ലിസ്റ്റിൽ 1-ാമത്തേത് ഡാഗിനി അമ്മൂമ്മ, 2-ാമത്തേത് ലുട്ടാപ്പി, 3-ാമത്തേത് ജോൺ ബ്രിട്ടാസ്, 4-ാമത്തേത് സെക്കൻഡ് ലുട്ടാപ്പി എന്ന തരത്തിൽ റഹീമിൻ്റെ പടമൊക്കെ കൊടുത്ത് വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നു. സജീവൻ അന്തിക്കാട് എഴുതിയത് 1-ാമത്തേത് മേജർ രവി, 2-ാമത്തേത് ശ്രീജിത്ത് പണിക്കർ, 3-ാമത്തേത് ജോൺ ബ്രിട്ടാസ് എന്നാണ്. ഇങ്ങനെ വലിയ തോതിൽ സമസ്ത മേഖലകളിലും ട്രോളുകൾക്ക് വിധേയമാവുകയാണ് RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഈ പേരുണ്ട് എന്ന വാദം. RSSന് ഇത് തന്നെ വേണമെന്നാണ് ചിലർ കുറിച്ചത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയം കൃത്യമായി അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് CPMൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ഏകരാജ്യസഭാംഗം എന്ന അവസ്ഥ വരുമ്പോൾ ആ ക്ലെയിം ഉറപ്പിക്കാനാണെന്നും എഴുതുന്നവരുമുണ്ട്. CPMന് ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും രാജ്യസഭാംഗങ്ങളില്ല. കേരളത്തിൽ ഏറെ വൈകാതെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ റിട്ടയർ ചെയ്യും. ഒരാളെ തിരഞ്ഞെടുക്കാൻ 36 പേരുടെ പിന്തുണ വേണം. കേരളത്തിൽ 35 പേരേ ഉള്ളെങ്കിൽ പോലും ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഒരാളായി മാറാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. നേതാക്കളെ ഇല്ലാത്ത CPMനെ പുതിയ മുഖത്തിന് വേണ്ടി പുതിയ തലമുറ നിലവിളിക്കുമ്പോൾ അത് ജോൺ ബ്രിട്ടാസ് അല്ലാതെ മറ്റാരെ എന്ന ചോദ്യം ഉയർത്താൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഇതിൽ വളരെ രസകരമായി തോന്നിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു കേൾപ്പിക്കാം. അഭിലാഷ് കാടമ്പാടൻ ഇങ്ങനെ എഴുതുന്നു: ഐഷി ഘോഷോ ജോൺ ബ്രിട്ടാസോ BJPയുടെയോ സംഘപരിവാറിൻ്റെയോ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടാവണം എന്നൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് അവരുടെ മാത്രം ആവശ്യമാണ്.
1977 മുതൽ നീണ്ട 45 കൊല്ലം മൃഗീയ ഭൂരിപക്ഷത്തോടെ CPM വിജയിച്ചു വന്നിരുന്ന ജമൂരിയ നിയമസഭാ മണ്ഡലത്തിൽ 2021 കെട്ടിവെച്ച കാശുപോലും കെട്ടാതെ BJPക്കും പിന്നിൽ 3-ാം സ്ഥാനത്തേക്ക് പോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഐഷി ഘോഷ്. ഇന്ന് ഇത് BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. CPM വരെ വീണ്ടും മത്സരിപ്പിച്ചു പോലുമില്ല. അവരാണോ BJPയുടെ രാഷ്ട്രീയ എതിരാളി? കൈരളി ചാനലിന്റെ ബിസിനസ് ഹെഡായിരുന്ന ജോൺ ബ്രിട്ടാസ് SFI ദേശീയ പ്രസിഡന്റായിരുന്ന V ശിവദാസിനൊപ്പം 2021 എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് CPMന്റെ എതിരില്ലാത്ത നോമിനിയായി രാജ്യസഭയിലെത്തുന്നത്. അയാൾ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയന്റെ മീഡിയ അഡ്വൈസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2007 ഫാരീസ് അബൂബക്കറിന്റെ വിവാദ ഇന്റർവ്യൂ എടുത്ത അച്യുതാനന്ദന് പണി കൊടുത്തതിനുള്ള നന്ദി കൂടിയായിരുന്നു ഇതെന്ന് ചേർത്ത് വായിച്ചാൽ മതി. ഇനി രാജ്യസഭയിൽ ബ്രിട്ടാസിനും ശിവദാസിനും ആകെയുള്ള വെറും 8 മാസമാണ്. 2027 ഏപ്രിൽ 23 കാലാവധി തീരുന്നവർക്ക് 2 സെഷനുകൾ മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുന്നതും. നവംബറിലെ ശീതകാല സമ്മേളനവും പിന്നെ ബജറ്റ് സെഷനും. 25 വർഷം തുടർച്ചയായി ഭരിച്ച ത്രിപുരയിൽ നിന്നുള്ള CPMന്റെ അവസാനത്തെ രാജ്യസഭാ MP ജർണാദാസ് ആയിരുന്നു. ത്രിപുര നിയമസഭയിൽ അന്നത്തെ ഇടതുപക്ഷം ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് അവർ രാജ്യസഭയിലെത്തിയത്. തുടർച്ചയായി 12 വർഷം MP ആയിരുന്നവരുടെ കാലാവധി 2022 ഏപ്രിൽ പൂർത്തിയായതോടെ ത്രിപുരയിൽ നിന്നുള്ള CPMന്റെ രാജ്യസഭാ പ്രാതിനിധ്യം അവസാനിച്ചു. 34 വർഷം ഭരിച്ച ബംഗാളിൽ നിന്നുള്ള CPMന്റെ അവസാനത്തെ രാജ്യസഭാ MP ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യായിരുന്നു. കൊൽക്കത്ത മുൻ മേയറും മുതിർന്ന അഭിഭാഷകനുമായ ഇദ്ദേഹത്തെ 2020 സമ്പൂർണ്ണ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയാണ് രാജ്യസഭയിലേക്ക് ജയിപ്പിച്ചു വിട്ടത്. 2026 ഏപ്രിലിൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായതോടെ ബംഗാളിൽ നിന്നുള്ള CPMന്റെ രാജ്യസഭാ പ്രാതിനിധ്യം അവസാനിച്ചു. നിലവിൽ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള CPMന്റെ MPമാർ ജോൺ ബ്രിട്ടാസ്, V ശിവദാസൻ, A റഹീം എന്നിവരാണ്. കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ നൂലിൽ കെട്ടിയിറക്കുന്നവരും ഇന്നേവരെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്തവരാണ് ഇവർ തിരിച്ചെത്തുമ്പോൾ കേരളത്തിൽ CPMന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ CPM ഭരിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. അതുതന്നെ CPI നൽകുന്ന പിന്തുണയിൽ കേവല ഭൂരിപക്ഷം നേടി മുന്നണി ഭരണമാണ്. കൂടെ ആലത്തൂരിൽ ഒരു ലോക്സഭ MPയും 1% പോലും പ്രാതിനിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ പോലുമില്ല. സാധാരണ 9 രാജ്യസഭാ സീറ്റുള്ള കേരളത്തിൽ നിന്ന് 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ ആവശ്യമായത് 36 വോട്ടാണ്. വിജയിക്കാനുള്ള ഈ 36 വോട്ടുകൾ തികയ്ക്കാൻ 26 MLAമാർ മാത്രമുള്ള CPMന് കഴിയില്ല. അതിനാൽ CPMന് ഒറ്റയ്ക്ക് ഒരു സീറ്റും ജയിക്കാനാകില്ല. ഇനി LDFിലെ എല്ലാ കക്ഷികളും CPM 26, CPI 8, RJD 1 ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ആകെ 35 വോട്ടുകൾ ഉണ്ടാകും. എങ്കിലും ഒരാളെ നേരിട്ട് വിജയിപ്പിക്കാൻ വോട്ടില്ല. 102 MLAമാരുള്ള UDFന് 72 വോട്ടുകൾ ഉപയോഗിച്ച് 2 സ്ഥാനാർത്ഥികളെ എളുപ്പത്തിൽ ജയിപ്പിക്കാം. അതിനുശേഷം UDFന്റെ ബാക്കിയുള്ള 30 വോട്ടുകളാണ്. മൂന്നാമത്തെ സീറ്റിലേക്ക് LDFന്റെ 35 വോട്ട് UDFന്റെ ബാക്കി 30 വോട്ടിനേക്കാൾ കൂടുതലായതിനാൽ LDF പിന്തുണയോടെ CPM സ്ഥാനാർത്ഥിക്ക് ഒരു സീറ്റ് ജയിക്കാൻ സാധിക്കും. 2027 LDF ലഭിക്കുന്ന ഒരൊറ്റ രാജ്യസഭാ സീറ്റിലേക്ക് നിലവിൽ MP ജോൺ ബ്രിട്ടാസും V ശിവദാസും ഒരുപോലെ അവകാശികളാണ്. ഒരു സീറ്റ് മാത്രമുള്ളതിനാൽ അതിലൊരാൾക്ക് സീറ്റ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ പുതിയൊരാൾ വരും. അതായത് ഇവരിൽ ഒരാളോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുമോ ഇനി രാജ്യസഭ കാണില്ല. അപ്പോൾ പിണറായി വിജയന്റെ PR വർക്ക് ചെയ്തിരുന്ന ജോൺ ബ്രിട്ടാസിന് നന്നായിട്ടറിയാം തനിക്ക് വേണ്ടി PR ചെയ്യാൻ. അതിന് RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ താനുണ്ടെന്ന് CPM നേതൃത്വത്തിനല്ലെങ്കിലും അണികൾക്കെങ്കിലും തോന്നിക്കണം. സ്വന്തം പാർട്ടിയിൽ വീണ്ടും രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കുന്നതിനും അണികൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള തന്ത്രപരമായ ഇമേജ് ബിൽഡിംഗ് അല്ലെങ്കിൽ PR വർക്ക് മാത്രമാണിത്. RSSന്റെ വക്താക്കളോ RSS മൗത്ത് പീസുകളോ എന്തിന് RSSന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന വിവിധ സോഷ്യൽ മീഡിയകളിലെ വെബ് ഹാൻഡിലുകളിലോ ഏതെങ്കിലും ഒരെണ്ണമോ പോലും ഒരു ലിസ്റ്റും പ്രചരിപ്പിച്ചിട്ടില്ല. ഐഷി ഘോഷ് പോലീസ് അറസ്റ്റിൽ രക്ഷപ്പെടാൻ AKG ഭവനിലേക്ക് ഓടിക്കയറുമ്പോൾ അവിടെ ആകെ നൊടിയിടയിൽ പ്രത്യക്ഷപ്പെട്ടത് 7ഓളം വരുന്ന മലയാള മാധ്യമ ചാനലുകൾ മാത്രമായിരുന്നു എന്ന് ഓർക്കണം. ഡൽഹിയിൽ 90കളിൽ ദേശാഭിമാനി റിപ്പോർട്ടറായിരുന്ന ഒരാൾക്ക് അത് നിഷ്പ്രയാസം അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെയാണ് മുഖ്യമന്ത്രി മാധ്യമോപദേഷ്ടാവിൽ നിന്ന് രാജ്യസഭയിലേക്ക് പ്രൊമോഷൻ കിട്ടിയ ജോൺ ബ്രിട്ടാസ്. സംഘപരിവാർ വിരുദ്ധ പ്രസംഗങ്ങളിലൂടെ ദേശീയ ശ്രദ്ധ നേടാനും പാർട്ടി അണികൾക്കിടയിൽ RSSന്റെ ഹിറ്റ് ലിസ്റ്റുള്ള നേതാവേ എന്ന ഇമേജ് ഉണ്ടാക്കാനും ശ്രമിക്കുന്നത് അടുത്ത തവണയും സീറ്റ് നിലനിർത്താനുള്ള ക്രൂക്കഡായ ഒരു മാധ്യമത്തൊഴിലാളിയുടെ 4ാം കിട കുടിലതന്ത്രമാണ്. ആ പരിപ്പ് രണ്ടും കൂടി അങ്ങ് പിണറായി വിജയന്റെ അടുപ്പിൽ കൊണ്ടുപോയി വേവിച്ചാൽ മതി. പക്ഷെ RSSന്റെ പറ്റിൽ ആ പരിപ്പ് ബ്രിട്ടാസ് വേവിക്കേണ്ട. യഥാർത്ഥത്തിൽ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു തിയറിയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. ഇവിടെ വിചിത്രമായിരിക്കുന്ന ഒരു സംഗതി, CPMും BJPക്കും ഇടയിൽ പാലം ഇട്ടുകൊടുത്തത് ജോൺ ബ്രിട്ടാസ് എന്ന ആരോപണം പണ്ട് മുതലേ അന്തരീക്ഷത്തിലുണ്ട് എന്നതാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജോൺ ബ്രിട്ടാസിന് ദേശീയ നേതാക്കളുമായി മികച്ച ബന്ധമാണ്. നിതിൻ ഗഡ്കരി മുതൽ അമിത്ഷാ വരെ ചങ്ങാതിമാരെ പോലാണ് ജോൺ ബ്രിട്ടാസിനോട് പെരുമാറുന്നത്. രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ അടക്കമുള്ള മുതിർന്ന മന്ത്രിമാർ ബ്രിട്ടാസിന് മറുപടി പറയുമ്പോൾ കാണിക്കുന്ന ഊഷ്മളമായ ഒരു പരിചയം തന്നെ മതിയാവും ബ്രിട്ടാസിന് എത്രമാത്രം സ്വാധീനം BJPക്കിടയിൽ ഉണ്ടെന്നറിയാൻ. കേന്ദ്ര BJP നേതാക്കൾക്കും പിണറായി വിജയനുമിടയിലെ മികച്ച പാലമായിരുന്നു ജോൺ ബ്രിട്ടാസ്. കേരളത്തിന് പുറത്തിറങ്ങിയാൽ വാതുറക്കാൻ പേടിയുള്ള
ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്ത പിണറായി വിജയൻ ജോൺ ബ്രിട്ടാസിനെ അമിതമായി ആശ്രയിച്ചിരുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ഊഷ്മളമായ ബന്ധം നിലനിർത്തുകയും അതേസമയം BJPയുടെയും RSSന്റെയും ഹിറ്റ് ലിസ്റ്റിൽ മൂന്നാമനാണ് താൻ എന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയും ചെയ്യുന്നത് CPMന്റെ നേതൃക്ഷമകാലത്ത് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കാനും രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കാനുമാണ് എന്ന് ചിലരെങ്കിലും നിരീക്ഷിക്കുമ്പോൾ അത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനും സാധിച്ചെന്ന് വരില്ല.